CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃത്താലയിൽ ഇടഞ്ഞ ആന പരിഭ്രാന്തി പടർത്തി. കടേക്കച്ചാൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. മേടത്തൂർ അംബേദ്കർ നഗർ റോഡിലേക്ക് ഓടിക്കയറിയ ആനയെ പിന്നീട് തളച്ചു. അടൂർ ഗോപാലകൃഷ്ണന്റെ ദളിത് സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു. ദളിത് ആക്ടിവിസ്റ്റും ചലച്ചിത്ര പ്രവർത്തകനുമായ ദിനുവേലിന്റെ പരാതിയെ തുടർന്നാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടിയത്. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് മദ്യപിച്ചെത്തി ഭാര്യയെയും മക്കളെയും ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പന്തല്ലൂർ സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. പന്തല്ലൂർ സ്വദേശി 38 വയസ്സുള്ള വിനീഷിനെതിരെയാണ് കുന്നംകുളം SHO ജയപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തത്. തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 69ാമത് ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 6 മുതൽ 9 വരെ കുന്നംകുളം സിന്തറ്റിക് ട്രാക്കിൽ നടക്കും. 126 ഇനങ്ങളിലായി 1500-ലേറെ കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഒരാഴ്ചയിലധികമായി കാണാതിരുന്ന യുവാവിന്റെ മൃതദേഹം കുളത്തിൽ കണ്ടെത്തി. അഞ്ഞൂർ റോഡ് സ്വദേശി പരേതനായ വാഴപ്പള്ളി ജോസ് മകൻ 37 വയസ്സുള്ള ബോസിന്റെ മൃതദേഹമാണ് വീടിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ കണ്ടെത്തിയത്. ഗുരുവായൂരിന്റെ വികസനകാര്യങ്ങളിൽ സുരേഷ് ഗോപി MPയുടെ അസാന്നിധ്യം ചൂണ്ടിക്കാട്ടി DYFI പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഗുരുവായൂർ റെയിൽവേയുടെ വികസനത്തിൽ MP ഇടപെടുന്നില്ലെന്ന് DYFI. കടപ്പുറം പഞ്ചായത്ത് 15ാം വാർഡിലെ വികസന മുരടിപ്പിനെതിരെ CPM ലൈറ്റ് ഹൌസ് ബ്രാഞ്ച് പ്രതിഷേധം നടത്തി. വരവൂർ പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന വിവാഹ മണ്ഡപത്തിനെതിരെ നടപടി സ്വീകരിക്കാത്ത LDF ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് മെമ്പർ M വീരചന്ദ്രൻ. അങ്കണവാടി ജീവനക്കാരെ നിയമിച്ചതിലും CPM ഭരണസമിതി രാഷ്ട്രീയ വിവേചനം കാണിച്ചെന്നും ആരോപണം. എരുമപ്പെട്ടി പഞ്ചായത്ത് കുട്ടഞ്ചേരി കുറുമ്പിലാംകുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. സംസ്ഥാന റവന്യൂ വകുപ്പിൽ തഹസിൽദാർ കം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായി നിയമനം ലഭിച്ച വേലൂർ സ്വദേശി CC ജോയിയെ വേലൂർ ചുങ്കം ചിന്താവേദി വായനശാല ആദരിച്ചു. മികച്ച മേക്കപ്പ് മാനുള്ള JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വിജയൻ കേച്ചേരിയെ പട്ടിക്കര ചലഞ്ചേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനവും വിജയദിനാഘോഷവും എൻഡോമെന്റ് വിതരണവും നടത്തി. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കുന്നംകുളം മേഖലാ സമ്മേളനം ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BJP കണ്ടാണശ്ശേരി പഞ്ചായത്ത് 7ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന കൺവെൻഷൻ സംഘടിപ്പിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രവർത്തക യോഗം സംഘടിപ്പിച്ചു. ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ലഹരിരഹിത ലോകമെന്ന മുദ്രാവാക്യമുയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് പെരുമ്പിലാവിൽ മാർച്ചും ലഹരി വിപത്തിനെതിരെയുള്ള നോട്ടീസ് വിതരണവും നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. ഒരുമനിയൂർ ഇസ്ലാമിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചങ്ങാതിക്കുരുത്തൈ പദ്ധതി പഞ്ചായത്തുതല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് നിർവഹിച്ചു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മാസം തോറും നടത്തിവരുന്ന സാന്ത്വന സംഗമവും ഡയാലിസിസ് കൂപ്പൺ വിതരണോദ്ഘാടനവും നടന്നു. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാല കർക്കിടക ചികിത്സയും ദശപുഷ്പങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാർ നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.